ഇന്ന് നമ്മൾ സാധാരണ പോകുന്ന പോലെ ഒരു നോർമൽ എപ്പിസോഡല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ കാണാം, നമ്മുടെ സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ 100th എപ്പിസോഡാണ് ഇന്ന് നമ്മളിവിടെ പോകുന്നത്. അപ്പൊ എന്തായാലും ഇന്ന് ഫുൾ സെലിബ്രേഷൻ ആണ്, കളർഫുൾ ആയിരിക്കും. ഇന്ന് നമുക്ക് കോമ്പറ്റീഷൻ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജഡ്ജസും ഓർക്കസ്ട്രയും നമ്മുടെ പിള്ളേരൊക്കെ ആയിട്ട് നമ്മൾ ഇന്ന് ഇവിടെ അടിച്ച് പൊളിക്കാൻ പോവാണ്. ജഡ്ജസ് 100th എപ്പിസോഡ് ആയിരിക്കാണ്. എത്ര പെട്ടെന്നായിരുന്നു അല്ലേ? അതെ, എം ജി സാറ് വന്ന സമയത്തായിരുന്നു നമ്മുടെ 50ാമത്തെ എപ്പിസോഡ്. അതെ, ആ സാർ വന്ന സമയത്തായിരുന്നു. അപ്പൊ നമുക്ക് സാർ ഇപ്പതാ നമ്മൾ 100th എപ്പിസോഡ് എത്തിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. കാരണം ഞാൻ 50ാമത്തെ എപ്പിസോഡിൽ വന്നു, ഇപ്പൊ 100ാമത്തെ എപ്പിസോഡ്. ഒരുപാട് സന്തോഷം. കാരണം വേറൊന്നുമല്ല, ഈ എപ്പിസോഡുകളെല്ലാം തന്നെ ഞാൻ പല പ്രോഗ്രാമിനും വെളിയിലും വിദേശത്തും സ്വദേശത്തുമായിട്ട് പോകുമ്പോഴത്തേക്ക് അമൃത ടിവിയുടെ ഈ ഷോ കാണാത്തവരായിട്ട് ആരും ഇല്ല. ഇപ്പം ഈ റിയാലിറ്റി ഷോസില് നമ്പർ 1 ആയിട്ട് മാറിയിരിക്കുകയാണ് സൂപ്പർ സ്റ്റാർ സീനിയർ. ഒരുപാട് സന്തോഷം. 100 കഴിഞ്ഞ് 150 കഴിഞ്ഞ് 200 കഴിഞ്ഞ് 1000 ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അതെ, താങ്ക് യു സാർ. ഷാനിക, ഏതൊരു റിയാലിറ്റി ഷോ വെച്ച് നോക്കുകയാണെങ്കിലും ഒരു റിയാലിറ്റി ഷോയുടെ 100th എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ്. ഇതൊരു സക്സസ്ഫുൾ ജേണിയാണ്. അപ്പൊ അത് തന്നെ ഭയങ്കര വലിയൊരു ഭാഗ്യമാണ് ഒരു റിയാലിറ്റി ഷോനെ സംബന്ധിച്ചിടത്തോളം. ഏതൊരു റിയാലിറ്റി ഷോ ആണെങ്കിലും ഏതൊരു TV ചാനലാണെങ്കിലും നോക്കുമ്പോൾ ഇതൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. സോ ഹാറ്റ്സ് ഓഫ് ടു എവ്രിബഡി. ആൻഡ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ സ്പോൺസേഴ്സും 1000 നന്ദി. കൂടെ നിന്ന് കുട്ടികൾക്കും നമ്മുടെ ഓർക്കസ്ട്ര, നമ്മുടെ കൂടെയുള്ള ജഡ്ജസ്, ക്യാമറയുടെ മുന്നിലും പിന്നിലുള്ള എല്ലാവർക്കും, ഇതെല്ലാം നിങ്ങളുടെ ദിവസമാണിത്. 100ാമത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ദിവസമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ശരത് സർ. പാറു, ആദ്യം കുറേ സന്തോഷം. പിന്നെ എനിക്കിത് വിശ്വസിക്കാനും പറ്റുന്നില്ല, 100 ആയെന്നുള്ളത്. ഇപ്പൊ ഇത് ഇന്നലെ നമ്മൾ തുടങ്ങിയിട്ട് ഇവരെയൊക്കെ ഇന്നലെ കണ്ട പോലുണ്ട്. ഇവർക്കൊക്കെ ഇത്രയും പ്രായമായല്ലേ. അല്ല, കുറെ സന്തോഷം. അത് നമ്മുടെ സന്തോഷം അറിയിക്കേണ്ടത് നമ്മുടെ ഈ പ്രേക്ഷകരെ തന്നെയാണ്. അവരില്ലെങ്കിൽ അവർക്ക് വേണ്ടിയല്ല നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവരിൽ എത്തുമ്പോഴാണ് അതിനൊരു പൂർണ്ണത കൈവരിക്കുന്നത്. അപ്പൊ അത് 100ാമത്തെ എപ്പിസോഡ് ആയതിൽ കുറെ സന്തോഷം, കുറെ സന്തോഷം. ശരത് സാർ, എന്തോ ഈ ചെന്നൈ, തമിഴ്നാട്, രാജാ സാർ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്തിട്ട്, ഈ 100th എപ്പിസോഡില് നമുക്ക് ഫാൻസും മലയാളികളും മാത്രല്ല, തമിഴ്നാട്ടിലും നമ്മുടെ ഷോയ്ക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. നമ്മുടെ രാജാ സാറിന്റെ റൗണ്ട് ഇവിടെ വെച്ചപ്പോ മുഴുവൻ തമിഴാണ്. പാറു, ഇപ്പം വന്ന ആ ഒരു തമിഴ് കമന്റ് ഞാനൊന്ന് വായിക്കാം. കനാപ്രഭ അവരാണ് എഴുതിയേക്കുന്നത്, കമന്റ് എഴുതിയേക്കുന്നത്. 1 മണി നേര പാട്ട് പോട്ടിയിൽ 1/2 മണി നേര മൊക്കയില്ലേ. മൊക്ക എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു ആവശ്യമില്ലാതെ, ഒരു കാരണമില്ലാതെ 1/2 മണിക്കൂറില്ല. അഴുകാച്ചി കാവ്യമില്ലേ, ചുമ്മാതെ കരഞ്ഞ് മൂക്കൾ വിഴിയലില്ല. വീൺ പുകഴ്ചയില്ലേ, ചുമ്മാതിരുന്ന് പൊക്കിപ്പറഞ്ഞ് തട്ടുന്ന അതുമില്ല. ഇതെല്ലാം ഇല്ലാതെ ഒരു പാട്ട് നികഴ്ചി അമൃത മലയാള തൊലക്കാഴ്ചയിൽ സൂപ്പർ സ്റ്റാർ സീനിയർ നികഴ്ചി. ഗുഡ്. ഇത്ര ഇട്ടാ മതി. എന്റെ താഴെയുള്ളത് എനിക്ക് വായിക്കാൻ ഒരു നാണമുണ്ട്. എന്നെ പറ്റി എഴുതിയേക്കുന്നു. ചേച്ചി, ഈ ഒരു 100th എപ്പിസോഡിന് ആദ്യം ഞാൻ കൺഗ്രാറ്റ്സ് അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഡയറക്ടർ ശ്രീ സതീഷിനാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു കഠിനാധ്വാനം, ഒരു വലിയൊരു ഷോ കൊണ്ടുപോവുക, എല്ലാവരെയും ഒരുമിച്ച് ഒരുപോലെ സന്തോഷിപ്പിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട്, പ്രോബ്ലമൊന്നും ഇല്ലാണ്ട് ഒരു പ്രോഗ്രാം കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ ഒരു വലിയ കാര്യമാണ്. അപ്പം അദ്ദേഹത്തിനാണ് വലിയൊരു കൺഗ്രാറ്റ്സ് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നത്. കാരണം നമ്മുടെ കപ്പിത്താൻ അദ്ദേഹമാണ്. അതുപോലെ തന്നെ കുട്ടികളായാലും നമ്മുടെ ഈ ഒരു വേദി വളരെ ധന്യമാവുന്ന എന്തുകൊണ്ടാണ് നമ്മുടെ അമൃതാനന്ദമായ അമ്മയുടെ അനുഗ്രഹം കൂടെ ഉണ്ട് ഇവിടെ. അപ്പം എന്തുകൊണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ധന്യമായ ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു 100th എപ്പിസോഡ് നമുക്ക് എല്ലാവർക്കും, നമ്മുടെ എല്ലാവരുടെയും വിജയമാണ് ശരിക്കും. സോ താങ്ക് യു സോ മച്ച് ടു സൂപ്പർ സ്റ്റാർ. അതുപോലെ ആ സൂപ്പർ സ്റ്റാർ, ദൈവം എന്ന ആ സൂപ്പർ സ്റ്റാറിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. ഈ പ്രോഗ്രാം ഇനിയും മുന്നോട്ട് പോട്ടെ, നന്നായിട്ട് പോട്ടെ. യെസ്, സൂപ്പർ ഓർക്കസ്ട്ര.
ശ്രുതിലയ സംഗമമേളം, സപ്തസ്വരങ്ങൾ സപ്തവർണ്ണങ്ങൾ ചാലിച്ച പ്രകൃതി തൻ സർഗോത്സവം. ആഹാ. അമൃത കല്ലോലിനിയായൊഴുകിയിടും അനുപമ സുന്ദര സ്വർഗീയമേളം, അമൃത കല്ലോലിനിയായൊഴുകിയിടും അനുപമ സുന്ദര സ്വർഗീയമേളം. അക്ഷര കന്യകൾ നർത്തനമാടും ഭാവതരംഗമേളം, ഇത് ഭാവതരംഗമേളം. ആയ്, സൂപ്പർ. അരെ വാ. അടിപൊളിച്ചു. ചേട്ടാ ഇതൊക്കെ എപ്പോഴായിരുന്നു? ആരെഴുതി, ആര് കമ്പോസ് ചെയ്തു? നമ്മുടെ 100 എപ്പിസോഡിന് ഒരു പെർഫോമൻസ് വേണമെന്ന് പറഞ്ഞപ്പോൾ സൂപ്പർ സ്റ്റാറിനെ കുറിച്ച് തന്നെ ഒരു പാട്ട് എഴുതാം എന്ന് വിചാരിച്ചു. അപ്പൊ എൻ്റെ ഒരു ചേട്ടനുണ്ട്, ആള് മ്യൂസിക് ചെയ്യും, നന്നായിട്ട് പാടും. പൂഴനാട് പ്രേംകുമാർ എന്നാണ് പേര്. അപ്പൊ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഒരു 8 or 10 ലൈൻ ഒന്ന് സൂപ്പർ സ്റ്റാറിനെ കുറിച്ച് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അത് എഴുതി തന്നു. അത് ജസ്റ്റ് പുള്ളിക്കാരൻ ഒരു ട്യൂണും ഇട്ടാ തന്നത്. അപ്പൊ അത് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഞങ്ങളുടെ കുറച്ച് പരിമിതമായ അറിവുകൾ വെച്ച് അങ്ങനെ സെറ്റ് ചെയ്തു. സൂപ്പർ. എല്ലാവരും കൂടെ ചേർന്നാണ് ചെയ്തത്, ഒരാൾ മാത്രം പറയാനില്ല. ഗൈസ് 100 എപ്പിസോഡായി മക്കളെ. സെലിബ്രേഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മള്. ഷാനിക, കഴിഞ്ഞ സീസൺ മുതലേ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടിയെന്ന് നമ്മൾ എപ്പോഴും കാണാറുണ്ട്. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നോ കേട്ടാ? ഓക്കെ, നമുക്ക് കാണാം. ആരും ഇതില് വിഷമിക്കൊന്നും ചെയ്യരുത്. ഇതിൽ നമ്മൾ പലതും കാണും. നമ്മുടെ കറുത്ത ചരിത്രം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ മാത്രം എനിക്കൊരു ക്ലൂ കിട്ടിയിട്ടുള്ളൂ. എനിക്കും തന്നിട്ടില്ല എന്താന്ന്. കാരണം ഞാനിവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് കാണാം. റെഡി ഫോർ ദ ഷോ റീൽ. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ചെന്നെത്തി നിൽക്കുന്നത് കൊച്ചി എന്ന മനോഹരമായ നഗരത്തിലാണ്. അമ്പരചുംബികളായ കെട്ടിടങ്ങളുടെ നടുവിലൂടെ ഞാനും എന്റെ ക്യാമറമാനും ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ടുള്ള യാത്ര തുടർന്നു. ഒടുവിൽ ഞങ്ങൾ എത്തിച്ചേർന്നത് വൈറ്റിലയിലുള്ള അമൃത TV സ്റ്റുഡിയോ കോംപ്ലക്സിന്റെ മുൻപിലാണ്. മനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു സൗധം. മുൻവാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ വളരെ അടുക്കും ചിട്ടയോടും കൂടി ഭംഗിയായി രൂപകൽപ്പന ചെയ്ത ഒരു സ്റ്റുഡിയോ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയുള്ളവർ വളരെയധികം സന്തോഷത്തിലാണ്. എന്താണെന്നല്ലേ, അമൃത TV സൂപ്പർ സ്റ്റാർ സീനിയർ 100 എപ്പിസോഡുകൾ പിന്നിടുകയാണ്. ആഘോഷം തുടരു 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 മനസ്സേ. മിണ്ടാതിരി, ഞാൻ കൊണ്ടേ അടുപ്പിൽ വെക്കിട്ടോ.
ഒരുപാട് വഴികൾ കടന്ന് ഒരുപാട് ശബ്ദങ്ങൾ ചേർത്ത് ഒരു സ്വപ്നം പോലെ ഒഴുകുകയാണ് സൂപ്പർ സ്റ്റാർ സീനിയർ. 100 ദിനങ്ങൾ പിന്നിടുന്ന പരിപാടിയുടെ വേദിയിൽ കാണുന്ന തിളക്കത്തിന് പിന്നിൽ അഹോരാത്രം പ്രവർത്തിക്കുന്ന കുറച്ച് മനുഷ്യരെ നമുക്ക് കണ്ടുവരാം. ഞങ്ങൾ ആദ്യം നടന്നു ചെന്നെത്തിയത് ടിവിയിൽ കാണുന്ന ഓരോ നിമിഷവും സൂക്ഷ്മമായി തുന്നിച്ചേർക്കുന്ന ആളുകളുടെ അടുത്തേക്കാണ്. എഡിറ്റേഴ്സ് എന്ന വിഭാഗം. എനിക്ക് എഡിറ്റിംഗ് ഒന്നും അറിയില്ല. ഞാൻ മിനിങ്ങാന്ന് ജോയിൻ ചെയ്തിട്ടുള്ളൂ. അവിടെ നിന്ന് ക്യാമറ തിരിച്ച് ഗ്രാഫിക്സ് ടീമിന്റെ റൂമിലെത്തി. സംവിധായകന്റെ ഭാവനകൾക്കനുസരിച്ച് സൂപ്പർ സ്റ്റാർ വേദിയെ സ്വപ്നലോകമാക്കി മാറ്റിയവരാണ് ഇവർ. ഉരുള ഉരുട്ടി വിഴുങ്ങണ പോലെ ഇതെന്ന വിചാരം? ഇതൊക്കെ ഒരു കലയാണ് ചേട്ടാ, കല. അവിടുത്തെ കാഴ്ചകൾ പകർത്തിയ ശേഷം ഞാനും ക്യാമറമാനും കൂടി അനവധിയായ റൂമുകളുടെ ഇടയിലൂടെ ലക്ഷ്യമില്ലാതെ നടന്നു. അപ്പോൾ അതാ അവിടെയൊരു ബോർഡ്. ഓഡിയോ. ശബ്ദത്തെ ഹൃദയത്തോട് ചേർത്തവർ. ഒരു ചെറു താളം പോലും കേട്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ആസ്വാദ്യകരമാക്കാൻ പ്രയത്നിക്കുന്ന പ്രതിഭകൾ. അടുത്ത ആളുകളിലേക്ക് എത്താനായി ഞങ്ങൾ അവിടെ നിന്നും വീണ്ടും ഇറങ്ങി നടന്നു. സ്റ്റുഡിയോ ഫ്ലോർ ആയിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷേ ഞങ്ങൾക്ക് മറ്റൊരു ബോർഡ് കാണാൻ പറ്റി. മേക്കപ്പ് റൂം. അനങ്ങാതിരുന്നോ, ഇന്ന് ഈ മീശമ ഞാനൊരു താജ്മഹാൾ പണിയും. അണിഞ്ഞാലത് കുത്തപ്പീനാറാകും. ഞങ്ങൾ സാവകാശം സ്റ്റുഡിയോ ഫ്ലോറിലേക്ക് കയറി. പ്രോഗ്രാം ഷൂട്ട് തുടങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ അവിടെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല മത്സരാർത്ഥികളും അല്പം ടെൻഷനോടെയാണ് അവിടെ ഉണ്ടായിരുന്നത്. പെട്ടെന്നാണ് ഞങ്ങളുടെ ശ്രദ്ധ അവരിലേക്ക് എത്തിയത്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംഗീതജ്ഞർ, സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ ശക്തി കേന്ദ്രങ്ങൾ. ഇനി നിങ്ങളുടെ പുതിയ മഹാരാജാവ് മഹേന്ദ്ര ബാഹുബലി. ഞങ്ങൾ അപ്പോഴാണ് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. മലയാളത്തിലെ ഏറ്റവും വലിയ ടെലിവിഷൻ ഫ്ലോറിലാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന്. 14K വിഷ്വൽ മാജിക്. ഈ സമയത്താണ് ഞങ്ങൾ അവിടെ മറ്റൊരു ശബ്ദം കേട്ടത്. അവിടേക്ക് ഞങ്ങളുടെ ശ്രദ്ധ തിരിഞ്ഞു. സ്ഥിരം തമാശകളും കളിയും ചിരിയുമൊക്കെയായി പാർവതിയും മൈക്ക് വെച്ച് പ്രോഗ്രാമിനായി തയ്യാറായി നിൽക്കുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും. പേടിയായിരുന്നു നീ വന്നു. എനിക്ക് വിശക്കുന്നു. സൂപ്പർ സ്റ്റാർ ഷോയുടെ അവിഭാജ്യ ഘടകങ്ങളിലൊന്നാണ് വാദ്യോപകരണ സംഗീതജ്ഞർ. അനായാസേനയുള്ള അവരുടെ പ്രകടനം ഞങ്ങളെ തെല്ലൊന്നുമല്ല അത്ഭുതപ്പെടുത്തിയത്. ഞാൻ പിന്നീട് അവിടെ ചുറ്റുപാടുമുള്ള കാഴ്ചകളെ ഒന്ന് വീക്ഷിച്ചു. ഇത്രയും വലിയ ഫ്ലോറിലെ കാഴ്ചകളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രഗത്ഭരായ ക്യാമറമാൻമാരും ടീമും, പ്രോഗ്രാമിന്റെ വിജയത്തിനായി കഠിനാധ്വാനം ചെയ്യുന്ന ധാരാളം ആളുകൾ, ആർട്ട് ഡിപ്പാർട്ട്മെന്റ്, ഓഡിയോ ഡിപ്പാർട്ട്മെന്റ്, ടെക്നിക്കൽ ടീംസ്, പ്രൊഡക്ഷൻ ടീം, ഇലക്ട്രിക്കൽ ടീം, കോസ്റ്റ്യൂം ടീം, എഫക്ട്സ് ടീം, കൊറിയോഗ്രാഫർ, ഗ്രൂമേഴ്സ്, റൈറ്റേഴ്സ്, അങ്ങനെ എത്രയെത്ര ആളുകൾ അണിനിരന്നു കഴിഞ്ഞു. ഇന്നലെ റെയിൽവേ സ്റ്റേഷനാണ് ഈശ്വര ഞാൻ കിടന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അയ്യോ, യാഥാർത്ഥ്യമാണ് സാർ. പവനായി മരിച്ചു. പഴയ ലാത്തിയടി തന്നെ. നിനക്ക് ഈ വാചകൊന്ന് കുറച്ചാലെന്താ? എല്ലാത്തിനുമുപരി ഇവരെയെല്ലാം കൃത്യമായി വിന്യസിച്ച് ഇത്രയും വലിയ ഷോയെ വൻ വിജയമാക്കി മാറ്റാൻ അഹോരാത്രം പ്രയത്നിക്കുന്ന സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ നെടുന്തൂൺ ഡയറക്ടറും അദ്ദേഹത്തിന്റെ ഡയറക്ഷൻ ടീമും. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. നമ്മുടെ മുൻപിലെത്തുന്ന ഈ കാഴ്ചകൾ ഇത്രയും ആളുകളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് എന്ന് ഇതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ വേദിയിൽ 100ാം എപ്പിസോഡിന്റെ ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഹൃദയം
യു ആർ എ വെരി ഗുഡ് സിംഗർ. എക്സ് ഗേൾ ഫ്രണ്ട് ആണ് വിധുവിനെ എന്നെ പാൻറ്റല്ലല്ലോ, അത് പാൻറ്റും അല്ല ഷഡ്ഡിയും അല്ലാത്തൊരു സാധനം. ഈ സന്തോഷ നിമിഷം കാണുവാനും ക്യാമറയിൽ പകർത്തുവാനും കഴിഞ്ഞ ചാരിതാർത്ഥ്യത്തോടു കൂടി ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഞങ്ങളുടെ യാത്ര തുടരുന്ന പോലെ സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ യാത്രയും അനസ്യൂതം തുടരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. എന്റെ അമ്മോ, ഈ ഷോറിൽ എഡിറ്റ് ചെയ്ത ആൾക്ക് ഒരു വലിയ കൈയടി. സൂപ്പർ. രാഹുലേട്ടനാണ് നമ്മുടെ എഡിറ്റർ. രാഹുൽ. അപ്പൊ ദാ നമ്മുടെ ജഡ്ജസ് ഒക്കെ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മുടെ സെലിബ്രേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും ഏതൊരു കാര്യം അല്ലെങ്കിൽ ഹാപ്പിനെസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഐശ്വര്യമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പൊ ഒരു പാട്ട് മാതമാമഗമഗ ഗമരി പ്രണതോസ്മി ഗുരുവായൂരേഷം. എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്പർശിച്ചൊരു പാട്ടാണ് പ്രണതോസ്മി. അത് എപ്പോൾ കേൾക്കുമ്പോഴും ഞാൻ ഗുരുവായൂർ എത്തിയ പോലെ ഒരു ഫീലിംഗ് ആണ്. എല്ലാവരും പാടി കേട്ടു ഈ പാട്ട്. എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പൊ 100ാമത്തെ എപ്പിസോഡ് ആയതുകൊണ്ട് ഞാൻ ശരത് സാറിന് വേണ്ടിയിട്ട് സാറിന്റെ പ്രണതോസ്മി പാടും. സൂപ്പർ മഞ്ജരി, വണ്ടർഫുൾ. എംജി സർ, നിങ്ങൾ ഈ അണ്ണാച്ചി ബന്ധം തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായല്ലോ. അതെ. അപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ ശരത് സാർ കമ്പോസ് ചെയ്ത പാട്ടുകളിൽ നിങ്ങളുടെ ഇടയിൽ ഡിസ്കഷൻ വന്നിട്ടുള്ള സാർ കമ്പോസ് ചെയ്ത ഏതൊരു പാട്ടിനെ കുറിച്ചായിരിക്കും? എനിക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭാവയാമി, അത് ഒരു രക്ഷയില്ല. അത് പാടാന് ഇന്ന് ഇന്ത്യയില് ശരത്തിന് മാത്രമേ പറ്റൂ. കാരണം വേറൊന്നുമല്ല, അത് അങ്ങനത്തെ ഒരു ശ്രുതിഭേദവും അതുപോലെ സ്വരഭേദങ്ങൾ എല്ലാം കൂടെ വന്നിട്ടുള്ള ഒരു ഫെന്റാസ്റ്റിക് സോങ്ങാണ്. അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു പാട്ട് സുധാമന്ത്രം, അത് വളരെ വളരെ ഡിഫിക്കൽട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരത്തിൻ്റെ പാട്ട് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു
തയ്യാറെടുപ്പോടു കൂടി വേണം പോകാൻ. എല്ലാവരും ഇതാണ് സാർ പറയുന്നത്. അത് സത്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് പാട്ടുകളെ പാടിയിട്ടുള്ളൂ. എങ്കിൽ തന്നെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു നമുക്ക് അറിഞ്ഞു പോകണം. അല്ലാതെ വെറുതെ പോയി അങ്ങോട്ട് പാടിയിട്ട് വരാം എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. ജെനുവിൻ ജീനിയസ്. ശരത് സാർ, ഓ MG സാറിന്റെ പാട്ടുകൾ ഇങ്ങനെ നമുക്ക് ഏത് സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. എന്നാലും തിരിച്ച് അതേ ചോദ്യം അങ്ങോട്ട് ചോദിച്ചാൽ ഏതായിരിക്കും ഒരു ഡിസ്കഷൻ വന്നിട്ടുള്ള ഒരു പാട്ട്? അയ്യോ, അണ്ണൻ പാടിയ എല്ലാ പാട്ടുകളും എനിക്കിഷ്ടം. കാര്യം എല്ലാത്തരം പാട്ടുകൾ ഇപ്പൊ അണ്ണനെ വിളിച്ച അയ്യോ ക്ലാസിക്കൽ അതിന് ഇന്ന ആളെ വിളിക്കാം, ഡപ്പാങ്കുത്താണ് ഇന്ന എന്നാൽ മറ്റേ ആളെ വിളിക്കാം. ഇതൊന്നും അല്ല, ഇടയ്ക്ക് ഒരാൾ എന്നാൽ ആ ഇടയിൽ നിൽക്കുന്നവനെ വിളിക്കാം. അങ്ങനൊന്നുമില്ല, ഇവരെല്ലാം ഇതിനകത്തുണ്ട്, വിളിച്ചാ മതി. അല്ല, ഞങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന അണ്ണാച്ചി കീറി വെച്ചേക്കുന്ന പാട്ടാ. എത്ര പാട്ടുകളാണ് സാർ ഇവിടെ പാടിയിട്ടുള്ളത് കുട്ടികൾ? അയ്യോ അസാധ്യം. അതൊക്കെ ഒരു ജന്മ സുഹൃതം, അല്ലാതെ വേറൊന്നുമില്ല. കാരണം നമ്മൾ പണ്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനൊന്നും ആകും എന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മദ്രാസിൽ വിളിക്കുന്നു, വരുന്നു, AVM സ്റ്റുഡിയോ അല്ലെന്നുണ്ടെങ്കിൽ പ്രസാദ്, അങ്ങനെ പറന്ന് കിടന്ന് പാടുന്നു. അന്ന് മുഴുവൻ മദ്രാസാണല്ലോ, ഇവിടെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇപ്പോഴാണ് അതിൻ്റെ മധുരം ഞാൻ അറിയുന്നത്. കാരണം അന്നൊന്നും ഒരു പാട്ട് പാടുമ്പോൾ ഇങ്ങനെ പാടണം, അല്ലെങ്കിൽ ഇങ്ങനെ പാടിയാലേ ഇനി ഫ്യൂച്ചറിൽ അതോ അങ്ങനൊന്നുമില്ല. അതൊക്കെ പാടി, കാരണം നമുക്കറിയാവുന്ന രീതിയിൽ പാടി. അത് മ്യൂസിക് ഡയറക്ടറിന് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണല്ലോ അത് ഓക്കെ എന്ന് പറയുന്നത്. പിന്നെ പ്രത്യേകിച്ച് മദ്രാസിലുള്ള ഓർക്കസ്ട്രയുടെ ആൾക്കാർ അന്ന് അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇന്ത ആള് വന്ന് നന്നാ പാടിയിരിക്കെന്ന് പറഞ്ഞാൽ അത് മതി, വേറെ ആള് പറയേണ്ട കാര്യമില്ല. ഇതിന്റെ കാര്യം എന്ന് വെച്ചാൽ അവർ അടുത്ത തിയേറ്ററിൽ പോകുമ്പോൾ, റെക്കോർഡിങ്ങിന് പോകുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു ദിവസം 5 പാട്ടൊക്കെ കാണും. അവരടുത്തടുത്ത് പോകുമ്പോഴത്തേക്ക് പറയും, കേരളത്തിൽ എന്തൊരു ആൾ വന്നിരിക്ക്, ரொம்ப അഴകാ പാടിയിരിക്കും. പിന്നെ അവർ ചോദിക്കും അതാര്. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പാട്ടിന്റെ ഒരു ഗതി പൊക്കോണ്ടിരുന്നത് അന്ന്. അപ്പൊ MG സാർ, ഞങ്ങക്ക് വേണ്ടി ഞങ്ങൾ ചൂസ് ചെയ്യാൻ നിൽക്കുന്നില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ആവും. ഇന്നെങ്കിൽ നമ്മളിവിടെ നിന്ന് ചൂസ് ചെയ്ത് പോവില്ല. അല്ല, അത് കാരണം ഞാനൊരു കാര്യം ചെയ്തു. ഞാൻ പാടിയ പാട്ട് ഞാൻ പാടുന്നില്ല. ഇല്ല, കാരണം ഞാൻ പാടിയ പാട്ട് എപ്പോഴും എല്ലാരും പ്രതീക്ഷിക്കും ദേണ്ട വരുന്നു. നിലാവിന്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ, കാതിലോല കമ്മലിട്ട് കുണുങ്ങി നിൽപ്പവളി. ഞാൻ അതല്ല പാടാൻ ഉദ്ദേശിക്കുന്നത്. ഇത് എന്റെ മാമന്റെ പാട്ട് പാടാം. സാഗരമേ ശാന്തമാകനീ, സാന്ധ്യരാഗം മായുന്നീതാ, ചൈത്രവീണവധു പോകയായി ദൂരയാത്ര മൊഴിയുമായി, സാഗരമേ ശാന്തമാകനീ, സാന്ധ്യരാഗം മായുന്നീതാ, ചൈത്രവീണവധു പോകയായി ദൂരയാത്ര മൊഴിയുമായി, സാഗരമേ ശാന്തമാകനീ. ഞാൻ ശരിക്കും നീലാംബരി രാഗം ജസ്റ്റ് ഒരു നല്ലൊരു സുഖമുണ്ടല്ലോ, അതിലൊക്കെ തുടങ്ങാന്ന് വെച്ചാ ഇപ്പൊ എവിടെയോ പോയി. സ്വാതി തിരുനാളിന്റെ ഒരു സംഭവം ഉണ്ട്, കേട്ടുണ്ടോ? കൊച്ചിലേ കേട്ട് കാണും ചിലപ്പോ. ഓമനത്തിങ്കൾ കിടാവൂ നല്ല കോമള താമരപ്പൂ, പൂവിൽ വിരിഞ്ഞ മധുവോ പരിപൂർണേന്ദു തന്റെ നിലാവോ, ഓമനത്തിങ്കൾ കിടാവൂ. മഞ്ജരി, നീലാംബരി അല്ലെങ്കിലും എന്നുവരും നീ. നീലാംബരി അല്ല, ഛായയുണ്ട്. എന്നുവരും നീ
എന്നു വരും നീ എൻ്റെ നിലാപന്തലിൽ വെറുതെ എൻ്റെ കിനാപന്തലിൽ വെറുതെ കാണാൻ വെറുതെ ഇരിക്കാൻ വെറുതെ വെറുതെ ചിരിക്കാൻ തമ്മിൽ വെറുതെ വെറുതെ മിണ്ടാൻ ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്ന് ഇന്ദുമുഖി ഇന്നു രാവിൽ എന്ത് ചെയ്യൂ നീ സഖി എന്തു ചെയ്യൂ നീ ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു കിലുകിൽ പമ്പരം തിരിയും മാനസം അറിയാകമ്പിളി മയങ്ങുവാവോ ചാഞ്ചക്കം ചാഞ്ചക്കം പനിനീർ ചന്ദ്രികേ ഇനി പൂങ്കവിൾ കുളിരിൽ മെല്ലെ നീ കഴുകുവാവൂ ചാഞ്ചക്കം 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 ചാഞ്ചക്കം. ഷാനിക, ശരത് സാർ, ഇനി നമുക്ക് ട്രാക്ക് ഒന്ന് മാറ്റി നമുക്കൊന്ന് ഒരു അതെ നമ്മള് എല്ലാ പ്രാവശ്യം ഇരിക്കുമ്പം എല്ലാത്തിനും കമന്റ് പറയും, എല്ലാത്തിനും വാഹ് വാഹ് വാ പറയും, തമാശ പറയും എന്നുള്ളതല്ലാതെ ഷാൻ അധികം പാടാറില്ല. അപ്പൊ ഇന്ന് എന്നാലും ഷാനിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഷാന്റെ വോയിസ് വളരെ യുണീക്ക് ആയിട്ടുള്ള വോയിസ് ആണെന്നും ആ വോയിസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഞങ്ങളൊക്കെ തന്നെ പറയുന്നത് ഷാനെ, എനിക്കിഷ്ടമാണ് ഷാൻ പാടുന്നത്. അതുകൊണ്ട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഈ സീസൺ കഴിഞ്ഞ സീസണിൽ ഇതിലും കൂടെ ഒരു 2 പാട്ടെങ്കിലും ഷാനിക്ക പാടി തന്നിട്ട്, അത് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ്. പക്ഷെ നമുക്ക് മലയാളികൾക്ക് വേണ്ടിട്ട് എത്ര സൂപ്പർ ഹിറ്റ് പാട്ടുകളാണ്, ഒരുപാട് പാട്ടുകൾ. മാത്രമല്ല ഭയങ്കര കംഫർട്ടബിൾ ആണ് പാടാൻ. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് പാടിയ മറ്റേ ലാൽ ജോസിന്റെ ഒരു പിക്ചറാണ് തോന്നുന്നു. പിന്നെ മിന്നൽ മിന്നൽ മുരളി മിന്നല ഫസ്റ്റ് പാടുന്ന കേട്ടോ. ആണോ? മിന്നൽ. അതെ. പിന്നെ ഇപ്പോ നമ്മുടെ ബബ്ബബേലി. ഇനി അടുത്ത പടം ഉണ്ട്. അതെ ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു ഭയങ്കര ഒരു ഡ്രീം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒന്ന്, ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ ഫീൽഡിലേക്ക് വന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ചെയ്തിട്ട് ഇവർ 3 പേരും എനിക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. എനിക്ക് അതിലേക്കാളും വലിയ ബ്ലെസ്സിങ് എനിക്ക് വേറൊന്നുമില്ല. 3 പേരും എനിക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. അപ്പോൾ ഐ ഫൈൻഡ് ദിസ് വെരി ബ്ലെസ്ഡ്. അപ്പൊ ട്രാക്ക് മാറ്റണം അല്ലേ? ബാബുളാരാ എന്റെ അമ്മയുടെ ചിമ്മക്കി കമ്മൽ എന്റെ അപ്പനെ കട്ടോണ്ട് പോയേ, എന്റെ അപ്പന്റെ കുപ്പി എന്റെ അമ്മ കുടിച്ചു തീർത്തേ. എന്റെ അമ്മയുടെ ചിമ്മക്കി കമ്മൽ എന്റെ അപ്പനെ കട്ടോണ്ട് പോയേ, എന്റെ അപ്പന്റെ ബ്രാൻഡി കുപ്പി എന്റെ അമ്മ കുടിച്ചു തീർത്തേ. ഇവിടെ ഒരു ജാഗരയും വേലകളിൽ ഒത്തു വന്നപ്പോൾ ചിലരുടെ തോൽവി കീറി പോയ കാര്യം ഓർത്തു പോകണേ. അലകട കാറ്റിനു നീ കാതുകുത്താൻ പാടുപെടേണ്ട സഹചര സേനാപതി വീര അടുക്കാമരോലുക. എന്റെ ചിമ്മിക്ക് കമ്മൽ എന്നപ്പൻ കട്ടോണ്ട് പോയേ, എന്റപ്പന്റെ പ്രാന്തി കുപ്പി എന്റെ അമ്മ കുടിച്ചു തീർത്തേ. എന്റെ ചിമ്മിക്ക് കമ്മൽ എന്നപ്പൻ കട്ടോണ്ട് പോയേ, എന്റപ്പന്റെ പ്രാന്തി കുപ്പി എന്റെ അമ്മ കുടിച്ചു തീർത്തേ.
താങ്ക് യു. സൂപ്പർ സൂപ്പർ. എന്താ സൂപ്പർ. എടാ ഷാനെ, എന്തോ അല്ല ഇത് ഞങ്ങൾ ഷോയ്ക്ക് പോയിട്ട് എല്ലാം ഇത് പാടിയായിരുന്നു തീർത്തോണ്ടിരുന്നത് ചിത്ര ചേച്ചിയുടെ ഷോ. ആണോ? പിന്നെ ഇത് സ്ഥിരമാണ്, അതുകൊണ്ടാണ് ഞാൻ ചാടി കയറി പാടിയത്. ഷാനിക്ക, എന്തോ ഇപ്പൊ ശരത് സാർ ഇവരെല്ലാരും പറയായിരുന്നു വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കമ്പോസർ ആണ്. ഷാനിക്ക് ഒരുപാട് കമ്പോസേഴ്സിനെ കണ്ടിട്ടുണ്ട്, പലരുടെയും രീതികൾ കണ്ടിട്ടുണ്ട്. ഷാനിക്ക് ഒരു കമ്പോസർ ആവുമ്പോഴേക്കും ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നൊരു ഇത് നമുക്ക് ഉണ്ടാവുമല്ലോ. എന്തൊക്കെയായിരുന്നു ഷാനിക്കയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത്? ഞാൻ ഫസ്റ്റ് ടൈം ഒരു സ്റ്റുഡിയോയിലേക്ക് കയറി പോകുന്നത് എൻ്റെ തന്നെ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് ഫയൽ കൊണ്ടുപോകണമെന്ന് പോലും എനിക്കറിയാത്തത് കൊണ്ട് വേവ്, AC, MP3 എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ഓഡിയോ ഫോമാറ്റ്സ് ഉണ്ട് എല്ലാം ഒരു CD-യിലാക്കിയിട്ടാണ് ഞാൻ ഒരു ആഡ് ഫിലിം റെക്കോർഡിങ്ങിന്. അപ്പം ഞാൻ എൻ്റെ റെക്കോർഡിംഗാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. പിന്നീടാണ് മറ്റ് മ്യൂസിക് ഞാൻ ആദ്യമായിട്ട് കാണുന്ന മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത് നന്ദു ചേട്ടനാണ്. നന്ദു കർത്ത, അസാധ്യ മ്യൂസീഷ്യൻ, ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു മനുഷ്യൻ. എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ മീറ്റ് ചെയ്ത ആളുകളൊക്കെ അങ്ങേറ്റം പ്രോത്സാഹിപ്പിച്ചിട്ടുമുണ്ട്, നല്ല രീതിയിൽ നമ്മളോട് പെരുമാറിയിട്ടുമുണ്ട്. അപ്പം അതൊക്കെയാണ് നമ്മളും ഈ പറയുന്ന ഒരു സിംഗേഴ്സിനോട് പെരുമാറുമ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റെക്കോർഡിംഗ് പാറ്റേൺ അല്ല, എനിക്കത് അറിയത്തുമില്ല. അപ്പോൾ വിനീതാണെങ്കിലും ശരി, ശ്രീകുണ്ടൻ ചേട്ടനാണെങ്കിലും ശരി, എല്ലാവരും ഞാൻ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം അവരെ കൂളായിട്ട് വെക്കുക, അവരുടെ ഉള്ളിൽ നിന്ന് മാക്സിമം ബെസ്റ്റ് ഔട്ട്പുട്ട് എടുക്കുക എന്നുള്ളത് മാത്രം. ഇപ്പൊ നമ്മുടെ പിള്ളേരും പാടിയല്ലോ, നമ്മൾ പുട്ടുപോലെ പാടി തീർപ്പില്ലേ. അതെ. ഓക്കെ, മഞ്ജരി ചേച്ചി, നിങ്ങൾ 4 പേരും ഒരുമിച്ച് ഒരു പാട്ട് പാടണമെന്ന് ഇപ്പൊ പറഞ്ഞാൽ ഏത് പാട്ട് ചേച്ചി സജസ്റ്റ് ചെയ്യും? ആവണി മാസമായി കായൽ തിരകളിളകിയാർത്തുവോ, ചന്ദ്രിക പെയ്തുപോൽ കുന്നിൻ ചരിവ് പൂവണിഞ്ഞു പോ, പൂക്കിലയൊറിയുമൊരോർമ്മയിലമൃതരാവിൽ വീണാനാദം പോലെ കാവിൽ സന്ധ്യാഗീതം പോലെ ഒരു നാടൻ പെണ്ണിൻ അനുരാഗം പോലെ സുഖരാഗം കാറ്റിൽ നിറയുന്നു മെല്ലെ, ഇളകുന്നു കുളിരോളം പ്രണയരാവിൽ വീണാനാദം പോലെ കാവിൽ സന്ധ്യാഗീതം പോലെ. എന്തായാലും നല്ല പാട്ടുകളൊക്കെ പാടി തന്നു. ഐ എം ഹാപ്പി. നിങ്ങൾ ഹാപ്പി അല്ലേ? പ്രേക്ഷകർ ഡബിൾ ഹാപ്പി. ഇനി നമ്മൾ ചെറിയൊരു റാപ്പിഡ് ഫയർ സെക്ഷനിലേക്ക് പോകണം. വാവ്, റെഡി അല്ലേ? ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്ന പോലെയായി. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, 4 പേരും ആൻസർ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ചോദ്യം. ചേച്ചി നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ ഒരു ഫൈനൽ മത്സരാർത്ഥിയായിട്ട് വരികയാണ്. ഓക്കെ, ഫൈനലിസ്റ്റ് ആയി. ചേച്ചി ടോപ്പ് 5-ലുണ്ട്. ചേച്ചി ആ ഫൈനലിൽ പാടാൻ സെലക്ട് ചെയ്യുന്ന പാട്ട് ഏതായിരിക്കും? ഞാൻ സുധാമന്ത്രം പാടും. ഞാൻ പാടും. പക്ഷെ അപ്പം ഫസ്റ്റില് വരൂല്ല. അതെന്താ? ഭയങ്കര പ്രയാസമാണ് ആ പാട്ട്, അതുകൊണ്ട്. അല്ല, അതുകൊണ്ടാണല്ലോ അത് എടുക്കുന്നത്. സാർ, ഞാന് മറ്റേത് പാടും, മുകിലിൻ മകളെ. MC ശ്രീകുമാർ സർ ഏത് പാട്ടായിരിക്കും സെലക്ട് ചെയ്യുന്നത്? നാദരൂപിണി. അഞ്ചാമതല്ല, അതിപ്പോ ആ പാട്ട് പാടിയായിരിക്കും ചിലപ്പോ ഫസ്റ്റ് അടിക്കുമല്ലോ. സൂപ്പർ സ്റ്റാറിന്റെ ഫൈനൽ സ്റ്റേജ് ആണ്, ജഡ്ജസിനെ ഇംപ്രസ് ചെയ്യണം. ഏത് പാട്ട് സെലക്ട് ചെയ്യും? തള്ളു 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 പന്നാസു വണ്ടി, തള്ളു 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 തല്ലി തല്ലിപ്പൊളി വണ്ടി, ഈ തല്ലിപ്പൊളി വണ്ടി. ഇതെടുക്കും. എന്താ കുഴപ്പമുണ്ടോ? ഇല്ല സാർ, എനിക്ക് ഫസ്റ്റ് വേണ്ട. അല്ല, ഇത് ആങ്കറിന് വേണ്ടി ആയിപ്പോയി പാടി. അതെന്താണ്?
ഉണ്ടിന്റെ ഒപ്പം ഒരു തള്ളും കൂടെ. ഓക്കെ, ഇനി ഷാനിക്ക. ഞാൻ എന്തിനു വേറൊരു സൂര്യോദയം. വണ്ടർഫുൾ. അല്ല പാർവതി ഏത് പാട്ടെടുക്കും? ഞാൻ കണ്ടസ്റ്റന്റ് അല്ലല്ലോ, ആണെന്ന് ഞാനാണ് വിചാരിക്ക്. അതിലെ ആങ്കർ. അതാണ് പ്രശ്നം. അല്ല ആണെന്ന് വിചാരിക്കേ, ഏത് പാട്ടെടുക്കും? എല്ലായിടത്തും കയറി ആങ്കർ. നീ ആര്? ആങ്കർ. ഞാൻ ശ്രീരാഗം എടുക്കും. ബ്യൂട്ടിഫുൾ. ഇത് വിജയിക്കുന്ന ഞാനായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള പാട്ട് പാടി വലിയ തെറ്റുകളൊന്നും ഇല്ലാതെ ഞാൻ മുമ്പോട്ട് ശരിയാട്ടോ പോകും. സാർ. ഒന്ന് പാടുവോ സാർ? രജിത്തേട്ടാ ജസ്റ്റ് ഒന്ന് പാടിയാ മതി സാർ. ഏതാ അത്? ഇപ്പൊ ഈ പാടി തള്ളു തള്ളു തള്ളു. തള്ളു. ആ നിനക്ക് വേണ്ടി. തള്ളു 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 തള്ളി പന്നാസു വണ്ടി, തള്ളു 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 തള്ളി തല്ലിപ്പൊളി വണ്ടി, ഈ തല്ലിപ്പൊളി വണ്ടി. എല്ലാരും കൂടെ തള്ളു 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 തള്ളി പന്നാസു വണ്ടി, തള്ളു 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 തള്ളി തല്ലിപ്പൊളി വണ്ടി, ഈ തല്ലിപ്പൊളി വണ്ടി, ഈ തല്ലിപ്പൊളി വണ്ടി. അയ്യോ സൂപ്പർ. ഫസ്റ്റ് അടിച്ചു. എല്ലാരും The winner is സൂപ്പർ സ്റ്റാർ അണ്ണാച്ചി. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നിങ്ങളൊക്കെ ഒരു പാട്ടുകാർ അല്ലെങ്കിൽ മ്യൂസിക് കമ്പോസേഴ്സ് അല്ലായിരുന്നെങ്കിൽ ഏത് ജോലി തിരഞ്ഞെടുക്കും? ഞാൻ ഡോക്ടറായനെ. അമ്മോ. ഓക്കെ. എത്ര പേര് മരിച്ചാലും. എന്താണ്? ഞാനോ? ഞാൻ വല്ല ATM കൊള്ളയടിയോ അങ്ങനെ എന്തെങ്കിലും നോക്കുവാണ്. അല്ല പെട്ടെന്ന് പൈസ വേണ്ട, ജീവിക്കണ്ടേ? പൈസ വേണം. പൈസ വേണം. കാര്യം എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല. ഈ മഞ്ചരിയൊക്കെ കുത്തിയിരുന്ന് പഠിക്കും. അതെ, എനിക്കൊന്നും പറ്റത്തില്ല. ഞാൻ വാർക്ക പണിക്ക് പോകും. അണ്ണ എന്തിനു പോകും? ഞാൻ പൈലറ്റ്. ഓ കൊറേ പേര് ചാവും. ഓക്കെ, ഇനി അടുത്തത്. നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളിലാവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ടാവാം, എത്ര പഠിച്ചാലും വരി മറന്നു പോകുന്ന ഒരു പാട്ട്. അവിടെ കിടക്കുക. പക്ഷെ എന്റെ ഫേവറേറ്റ് പാട്ട് അതാണ്. അല്ല എനിക്ക് എല്ലാം വരി മറന്നു പോവാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പർട്ടിക്കുലർ പാട്ട് പറയാൻ പറ്റത്തില്ല. എല്ലാം മറന്നു പോകും. ഞാൻ ഒരു സ്വന്തം പാട്ടാണോ? അല്ലല്ലോ. ഇല്ല, ഏത് പാട്ടാണ്? അല്ല എനിക്ക് ഇച്ചിരി മറവിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാം എഴുതി വെച്ചേക്കുന്നത്. എന്നാലൊരു പാട്ട് സാർ. ഇല്ല, അതങ്ങനെ പറയാൻ പറ്റത്തില്ല പാറു. എനിക്ക് അത് ബുക്കുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ നോക്കാതെ പാടാൻ പറ്റും. അതില്ലെങ്കിൽ തെറ്റും. സത്യമാണ് പറഞ്ഞത്. കാരണം 45 വർഷമായിട്ട് ഞാൻ പാടുക. ഫോർ എക്സാമ്പിൾ കണ്ണീർപ്പൂവിന്റെ ഉണ്ടെങ്കിലും എനിക്കറിയാം. അതുപോലെ മന്ദാരച്ചപ്പായാലും ഏത് പാട്ടായാലും എനിക്കറിയാം. പക്ഷെ മുമ്പിൽ മറ്റേ സാധനം വേണം. ബുക്ക് വേണം. ബുക്ക് ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് പറഞ്ഞതേ ഉള്ളൂ അതിനെ. ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും സ്വപ്നം കാണാറുള്ളൊരു കാര്യമുണ്ട്. കിടക്കേ കിടന്ന് ഞാൻ ഓടുന്ന ഓട്ടമുണ്ട്. ഇങ്ങനെ ഓടുമ്പോൾ എനിക്ക് ചവിട്ട് കിട്ടാറുണ്ട്. കാര്യം എന്താണെന്നറിയോ? ഗാനമേളയ്ക്ക് ചെന്ന് നിൽക്കുന്നു, ഉടനെ ആൾക്കാർ വരുന്നു, വിസിലടിക്കുന്നു, തുടങ്ങാൻ റെഡിയാകുന്നു, നോക്കുമ്പോൾ പാട്ട് പുസ്തകമില്ല. ഒയ്യോ, പിന്നെ ഞാൻ ഓടുന്നു. പിന്നെ ഓടി വീട്ടിലോട്ട് ഓടുക. അയ്യോ സാർ, കിടക്കേ കിടന്നുണ്ട് കിടന്നോണ്ട് ഓടുക. എന്റെ ഏറ്റവും വലിയ ജീവിതത്തിലെ പേടി സ്വപ്നം ഇതാണ്. കാരണം ഒറ്റ വരി എന്റെ മനസ്സിൽ നിൽക്കുന്നത്. അതുകൊണ്ട് സാറ് ജിമ്മിൽ പോവാറില്ല? ഇല്ല, വേണ്ടല്ലോ. വർക്ക്ഔട്ട് വീട്ടിൽ നിന്ന് തന്നെ. ഓടിയ കണ്ട ഉറക്കത്തില് ഒന്നിനെ കാണിച്ച് എന്തോന്ന് മാക്രിയെ പോലെ. അല്ല അങ്ങനെയല്ലേ ഓടാൻ പറ്റും ഉറക്കത്തില്. ഷാനിക, എനിക്ക് ഞാൻ പാടുപെട്ടത് കൊടികയറുന്ന പൂരമായ അത് ബാക്ക് ടു ബാക്ക് ഒരു റാപ്പിന്റെ സ്വഭാവമുള്ള ഒരു പാട്ടായതുകൊണ്ട് എനിക്കൊന്ന് അതായിരിക്കും. കൊടികയറുന്ന പൂരമായാണ് എപ്പോഴും. അതിന് പിന്നെ ഞാൻ എന്റെ കൂട്ടുകാരികളെ ഒക്കെ വിളിച്ചിട്ട് എനിക്കിത് മതി എന്ന് പറഞ്ഞുകൊണ്ട് അത് മാത്രം പഠിച്ചിട്ട് പോകും. പിന്നെ അത് വർക്കൗട്ട് ആവും. പക്ഷെ അത് ഇച്ചിരി അപകടം പിടിച്ചൊരു പാട്ടാണ്. ഓക്കെ ജഡ്ജസ്, ഞാനായിട്ട് ഇപ്പൊ കുറെ നേരം ചോദ്യം ചോദിക്കുന്നു. നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. അവരോട് വെറുതെ ഇരിക്കുക. അവർക്കൊക്കെ എന്തൊക്കെയോ നിങ്ങളോട് ചോദിക്കാനുണ്ടെന്ന്. ചോദിക്കണം മക്കളെ. ഇത്രയും കാലത്തിനിടയ്ക്ക് സാറും MG സാറാണെങ്കിലും ശരത് സാറാണെങ്കിലും മഞ്ജരി ചേച്ചി, ഷാനിക്ക ഒരുപാട് ലെജൻസിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് തലമുറകൾ, ഇപ്പോൾ MG സാറാണെങ്കിൽ ഒരുപാട് തലമുറകൾ ബാക്കിൽ എല്ലാ സിംഗേഴ്സിന്റെ കൂടെയും പാടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഇടപഴകിയ സമയത്ത് ഉണ്ടായ അനുഭവങ്ങൾ ഞങ്ങൾക്ക് പുതിയ സിംഗേഴ്സിന് എങ്ങനെയാണൊന്ന് വിശദീകരിച്ച് തരാൻ പറ്റുമോ സാർക്ക്? നമ്മളൊരു സ്റ്റുഡിയോയില് 7 to 1, 2 to 9 2 കോൾ ഷീറ്റാണ് എപ്പോഴും. അപ്പം 7 to 1 കോൾ ഷീറ്റ് ആണെങ്കിൽ ആരൊക്കെ, ശരത്തായാലും ജോൺസേട്ടനായാലും ആരായാലും, സിംഗേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ അടുത്ത് പറയും ഒരു 9:30 വരാൻ പറയും, അല്ലെ ഒരു 10 മണിക്ക്. നമ്മൾ 10 മണിക്ക് വരുമ്പോൾ കാണുന്നത് ഈ ഓർക്കസ്ട്രാക്കാർക്കെല്ലാം അവിടെ വെച്ചാണ്
ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഇവർ ഈ BGMs ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ വയലിൽ ഒരാൾ വന്നിരിക്കും, അപ്പോൾ നോട്ട്സ് മുഴുവൻ വയലിൽ, അത് കഴിഞ്ഞിട്ട് തബല, അത് കഴിഞ്ഞിട്ട് കീബോർഡ്, എല്ലാവരും ഓരോ ആൾക്കാർ വന്നിരുന്നിട്ട് അവർക്ക് നോട്ട്സ് മുഴുവൻ കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബ്രേക്കാണ്. എന്നിട്ട് വീണ്ടും ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അകത്ത് കയറിയിട്ട് ഗ്രൂപ്പായിട്ട് നോക്കും. ഈ ഗ്രൂപ്പായിട്ട് ഒരു പ്രാവശ്യം നോക്കി കഴിയുമ്പോഴത്തേക്ക് രവീന്ദ്രൻ മാഷായാലും ആരായാലും മ്യൂസിക് ഡയറക്ടർ നമ്മുടെ മുറിയിലോട്ട് വരും. ചിലപ്പോൾ ചിത്രയായിരിക്കും. ചിത്ര എപ്പോഴും ഒരു ടേപ്പ് റെക്കോർഡിൽ കൈ കാണും, പലർക്കും കാണും. പക്ഷെ ഞാൻ ഇന്ന് വരെ ഒരു ടേപ്പ് റെക്കോർഡർ യൂസ് ചെയ്തിട്ടേ ഇല്ല. പാട്ട് പറഞ്ഞു തരുമ്പോൾ അപ്പം തന്നെ നമുക്ക് കിട്ടുന്ന ഒരു 5-10 മിനിറ്റാണ്. അതിൽ കൂടുതൽ പഠിക്കാൻ കിട്ടില്ല. ഈ 10 മിനിറ്റിനിടയിൽ ഞാൻ നൊട്ടേഷൻസ് എഴുതും. പക്ഷെ ചിത്ര നൊട്ടേഷൻ എഴുതുമെങ്കിലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി അത് എടുത്തു വയ്ക്കും. പക്ഷെ അത് എനിക്കൂടെ ഒരു സേഫ്റ്റിയാണ്. ഓർക്കസ്ട്ര എല്ലാം സെറ്റായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തിയേറ്ററിൻ്റെ നടുക്ക് വന്ന് നിന്നിട്ട് ഈ ഓർക്കസ്ട്രയുടെ കൂടെ പാടും. അതൊരു വലിയൊരു അനുഭവമാണ്. അവിടെ ആ തിയേറ്ററിൽ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീൽ, അതായത് ഒരു 25 വയലിൻ, ഒരു 15 വിയോളോ, ഒരു 3 ചെല്ലോ, ഒരു ഡബിൾ ബാസ്, അതൊക്കെ വെച്ച് കേൾക്കുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകുന്ന ഒരു ഫീലുണ്ട്. അത് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന് അത് ഞാൻ ട്രാക്ക് പാടിയായിരുന്നു. അന്ന് കിട്ടിയൊരു ഫീൽ ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് പിന്നെ ബാലൻസിങ് ആണ്. ബാലൻസിങ് കഴിഞ്ഞ് പിന്നെ നമ്മൾ വന്ന് കയറുമ്പോഴത്തേക്ക് ചിലപ്പോൾ മറന്നുപോകും ഈ നൊട്ടേഷൻ എഴുതി. അപ്പോഴാണ് ഈ ടേപ്പ് റെക്കോർഡിൻ്റെ ഗുണം നമ്മൾ അറിയുന്നത്. അപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടേക്ക് നമ്പർ 1, 2, അതിനു മുമ്പ് 1 മണിക്ക് മുമ്പ് പാട്ട് കഴിയും. ദാസേൻ്റെ കൂടെ പാടിയിട്ടുണ്ട്, ചിത്ര, സുജാത, സുശീലാമ്മ, ജാനകി അമ്മ, എല്ലാവരുടെ കൂടെ ഞാൻ പാടിയിട്ടുണ്ട്. പിന്നെ ഹിന്ദിയിൽ ലതാ മങ്കേഷ്കർ, അതുപോലെ ആശാ ഭോസ്ലെ, ഉദിത് നാരായണൻ, ഇവരുടെ കൂടെ എല്ലാം ഞാൻ പാടിയതാണ്. ഹരിഹരൻ സാറ്, ശ്രേയ ഘോഷല്, മഞ്ചേരി, ഒരുപാട് പേര്. കാരണം എല്ലാവർക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഭയങ്കര സൗഹൃദമാണ്. കാരണം അവന് തെറ്റണം അല്ലെങ്കിൽ ഇവക്ക് ശരിയാവണം, അങ്ങനല്ല, ഒരു കോമ്പറ്റീഷനാണ്. അങ്ങനെ പല പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ. കാരണം ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഞാൻ ചിത്രമായിട്ടായിരുന്നു. കാരണം ചില പാട്ടുകൾ പറഞ്ഞു തരുമ്പോഴത്തേക്ക് ഞങ്ങളിത് കേട്ടിട്ട് പാടാൻ നേരത്ത് ഞാൻ വിചാരിക്കും ലാസ്റ്റിൽ ടേക്ക് സമയത്ത് ഇവിടെ അളകാപുരിയിൽ അഴകിൻ പനിയിൽ ഒരു നാൾ ഞാൻ വരും. അതിനകത്ത് ഞാനൊരു നല്ല സംഗതി മനസ്സിൽ ആലോചിച്ച് വെച്ചു. പല്ലവി കോമൺ ആണ്, അനുപല്ലവി ഞാൻ, ചരണം ചിത്ര, പിന്നെ അങ്ങനെ വരും. നോക്കിയപ്പോൾ ഞാനൊരു സംഗതി നോക്കി വെച്ചു, അത് പാടിയിട്ട് ഞാൻ വലിയ കാര്യത്തിൽ നോക്ക് എന്ന് പറഞ്ഞ് നിന്നപ്പോൾ ഒരു അണുകുണ്ട് സംഗതി, അതുവരെ പാടാത്ത ഒരു സംഗതി ഇട്ടിട്ട് ഞാൻ കീറിപ്പോയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു രക്ഷയില്ല. അത് ഒരു സ്പിരിറ്റാണ്, ഇറ്റ്സ് എ കോമ്പറ്റീഷൻ. അതാണ് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ. അത് അന്ന് ഒരുപാടുണ്ടായിരുന്നു. ഇന്നത്തെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണ് നമ്മുടെ കൂടെ പാടുന്നുള്ളത് നമ്മൾ അറിയത്തേ ഇല്ല. ഫിലിം ഇറങ്ങുമ്പോൾ അറിയാം, ഇന്നാരാണല്ലേ. പറഞ്ഞു പോയി കഴിഞ്ഞാൽ കീർത്തി ഇന്നും നാളെയും മറ്റന്നാളും തീരില്ല. ഓക്കെ, അപ്പോ സർ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല, കാരണം നമ്മളിങ്ങനെ വൈബ് ചെയ്ത് പോവായിരുന്നല്ലോ. അപ്പൊ നമുക്കൊന്ന് ഹാപ്പി ആയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം നമ്മുടെ ഈ 100th എപ്പിസോഡ്. ഓക്കെ, ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ഹൃദതാളം. 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 ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം